ഇനി നമ്മൾ പാലക്കാടേക്കാണ് പോകുന്നത്. സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് പാലക്കാട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പാലക്കാട്ടെ സുന്ദരമായ സ്ഥലങ്ങൾ പലരും നമുക്ക് പരിചയപ്പെടുത്താറുമുണ്ട്. റൈഡിംഗ് റിപ്പോർട്ടർ പാലക്കാട്ടെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം പരിചയപ്പെടുത്തുകയാണ്. വിനോദസഞ്ചാരികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് മണ്ണാർക്കാട്ടെ പാലക്കയത്തിനടുത്തുള്ള ഇരുട്ടുകുഴി വെള്ളച്ചാട്ടം. പ്രകൃതി ഒരുക്കിയ പാറക്കെട്ടുകളും വനാന്തരീക്ഷവും ഒക്കെ വല്ലാത്തൊരു അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുക. മണ്ണാർക്കാട്ടെ പാലക്കയത്ത് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹലോ പ്രേക്ഷകരെ, റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് മണ്ണാർക്കാട് പാലക്കയത്താണ്. നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. ഈ മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങൾ ഒരു പ്രത്യേക അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുക. പാലക്കയത്തുള്ള ഇരുട്ടുകുഴി വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. സഞ്ചാരികൾക്ക് അങ്ങനെ പരിചിതമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമല്ല. എന്താണ് അവിടുത്തെ കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രക്കിടെയാണ് നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടത്. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. മലനിരകൾ, ഡാം, അടക്കം തന്നെ ഈ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വളരെ രസമുള്ള കാഴ്ചയാണ്, ഭംഗിയുള്ള കാഴ്ചയാണ്. തൊട്ടിപ്പുറത്ത് മലനിരകൾ കാണാം, കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണാം. ഇപ്പോൾ ഏതാണ്ട് മഴ കൂടി തുടങ്ങിയതോടുകൂടി ഒരുപാടധികം സഞ്ചാരികൾ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ സമയത്ത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത് പ്രേക്ഷകരെ കാണിക്കാമെന്ന് കരുതിയാണ് നമ്മൾ വാഹനം ഇവിടെ നിർത്തിയത്. നല്ല മഴയ്ക്കുള്ള കോളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിനി കോട്ടിട്ടേ യാത്ര ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നനഞ്ഞു കുളിക്കും. മഴയത്ത് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പ്രശ്നമില്ല, പക്ഷേ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്കൊക്കെ നനയും. അപ്പോൾ അതുകൊണ്ട് കോട്ടിട്ടിട്ട് നമുക്ക് ഇനി യാത്ര തുടരാം. ഇരുട്ടുകുഴി വെള്ളച്ചാട്ടം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് പോലെ തന്നെ ഈ ഉച്ചനേരത്തിൻ്റെ സാമാന്യം നല്ല ഇരുട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ഇറങ്ങി നോക്കാം, ആ കാഴ്ചകളിലേക്ക് നടന്നു ചെല്ലാം. അങ്ങനെ ഒടുവിൽ വഴി തെറ്റി പിണഞ്ഞ് നമ്മൾ ഇരുട്ടുകുഴിയിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സ്ഥലം അങ്ങനെ വേണം പറയാൻ. ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ഇവിടെ അപകടങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവിടെ നല്ല 2 ആൾ താഴ്ചയുള്ളൊരു കുഴിയുണ്ട്. ആ കുഴിയുടെ അരികിലേക്ക് ഇവിടെയുള്ള ആളുകളൊന്നും പോകാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ചൂട് കാലത്തൊക്കെ ഒന്ന് കുളിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ നല്ല മഴക്കാലമാണ്. ഒരു പെരുമഴ ഇവിടെ പെയ്ത് തുറന്നിട്ടേ ഉള്ളൂ. എന്നിരിക്കെ പോലും ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. നമുക്ക് കുറച്ച് സമയം നല്ല ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറച്ചുകൂടെ അപ്പുറത്താണ് ആ കുഴി. നമുക്ക് കുഴിയുടെ അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം കാണാൻ കഴിയുമെന്ന് അറിയില്ല. അവിടെ ഒരു ഇരുട്ടുള്ള ഭാഗമുണ്ട്. അവിടെ നല്ല 2 ആൾ താഴ്ചയുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇരുട്ടുകുഴി. അവിടേക്ക് ആളുകളൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ കുളിക്കാൻ ഇറങ്ങുന്ന ആളുകളാണെന്ന് തന്നെ ആ ഭാഗത്തേക്ക് അധികം പോകാറില്ല. അതുകൊണ്ടാണ് ഈ മേഖലയ്ക്ക് ഇരുട്ടുകുഴി എന്നൊരു പേര് വന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വിവിധ പ്രദേശത്ത് നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു അസൗകര്യവും ബുദ്ധിമുട്ടും ഒക്കെ നേരിട്ടത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വളരെ സമ്പന്നമായ എന്ന് പറയത്തില്ല, പ്രകൃതി രമണീയമായ പ്രദേശമാണ്. ഇതിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ വെള്ളച്ചാട്ടങ്ങളിൽ പ്രകൃതി രമണീയമായ നല്ല കാഴ്ചകളുമുണ്ട്. പക്ഷേ അതെല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് നല്ലൊരു വിനോദസഞ്ചാര മേഖലയാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടുന്ന് ശിരുവാൺ ഡാം, പാലക്കത്ത് നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരത്ത് തന്നെ ശിരുവാൺ ഡാം. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അതിപ്പം ഓൾറെഡി ബ്ലോക്കാണ്. പിന്നെ കാഞ്ഞിരപ്പുഴ ഡാമുണ്ട്, ഇവിടെ ചാർലി വെള്ളച്ചാട്ടമുണ്ട്, ആറ്റിലെ വെള്ളച്ചാട്ടമുണ്ട്. ഇതിനിവിടെ ലിങ്ക് റോഡ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം ഇവിടെ ഉയർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. പാലക്കയത്ത് നിന്നും ശിരുവാണി അണക്കെട്ടിലേക്ക് നേരത്തെ ബസ് സർവീസും ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടുത്ത നിയമങ്ങൾ കാരണം ഇതൊക്കെ അവസാനം ബസ് സർവീസും ഒക്കെ നിന്ന് പോയത് കൊണ്ട് ആ ലിങ്ക് അവസാനിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ട ആൾക്കാർ മാത്രമേ അവിടെ സന്ദർശിക്കുന്ന ഒരവസ്ഥയുള്ളൂ. അതിനും മാറ്റം വരണം.
സത്യത്തിൽ ഈ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് ഇറങ്ങി കുളിക്കാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ആ ഭാഗത്തേക്ക്, ഇവിടെയൊക്കെ നല്ല ആഴാണെന്നാണ് കേട്ടത്, കുറച്ച് ആ ഭാഗത്തേക്ക് ആയിട്ട് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇരുട്ടുകുഴി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നേരത്തെ ഇവിടുത്തെ പ്രദേശവാസികൾ സൂചിപ്പിച്ചതുപോലെ ടൂറിസം സാധ്യതകൾ ഒരുപാടുള്ള ഒരു പ്രദേശമാണ്. അത് ടൂറിസം വകുപ്പ് കണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. റൈഡിംഗ് റിപ്പോർട്ട് ഇനി മറ്റൊരിടത്തേക്ക്.